ഈ ബീച്ചിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ സുധീഷ് ഭായിനെ അവിടെ നിന്ന് പരിചയപ്പെടാൻ പറ്റിയത്. ഏതായാലും സുധീഷ് ഭായി ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഈ പുതുവത്സരത്തിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കുറച്ച് ടിപ്പുകളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ അല്ലേ സുധീഷ് ഭായി? അതെ, തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ട നല്ല മെസ്സേജുകളാണ് സാറ് ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു ജീവിത രീതി അതിൻ്റെ അടുക്കും ചിട്ടയും സാറിനെ ഇപ്പോൾ ഇവിടുന്ന് പരിചയപ്പെട്ടവരോ നല്ല കാര്യങ്ങൾ പറയുന്നത് സാറിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വരാൻ കഴിഞ്ഞതിലും ഒരു ഭാഗ്യമായി തന്നെ ഈ നിമിഷം ഈ മുഹൂർത്തം ഞാൻ കാണുന്നത് ഈ 2024 അതെ, അതോ നമ്മുടെ സ്ട്രഗിളുകൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റുകൾ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലേ. എന്തൊരു വിജയം കൈവരിച്ച ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ എന്തായാലും എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഇല്ലേ, ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഈ പ്രതിസന്ധിക്ക് അപ്പുറത്തായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വിജയം കിടക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ, നമ്മൾ ഓരോരുത്തരെങ്കിലും ലാബിൽ ചെയ്താണ്. നമ്മളിപ്പോൾ പറയാ ചിലപ്പോൾ കുട്ടികളോട് പറയാടാ നീ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നീ ചിലരോട് പറയാം നീ ഒരു മദ്യപാനിയാണ്, നീ ഒന്നിനും പറ്റൂല. അങ്ങനത്തെ ഒരു ലാബിൽ ചെറ്റുമ്പോൾ ഈ ആൾക്കാരെ വിചാരിക്കും ഞങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിച്ചു പോകും അല്ലേ. എന്നിട്ട് അവർക്ക് അത് മറികടന്ന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മളെക്കുറിച്ച് ഒരാൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആൾക്കാർ ചാർത്തുന്ന ലാബലുകൾക്കപ്പുറം അത് പൊട്ടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം അല്ലേ. തീർച്ചയായും നമുക്ക് എന്ന നല്ലത് കാര്യം ചെയ്യണം, ഈ ചീത്ത ഒഴിവാക്കണം. സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കെന്തും മാറ്റി നിർത്താനാവും. നമ്മുടെ എന്ത് ദുശീലായാലും മദ്യപാനായാലും പിന്നെ ലഹരി പദാർത്ഥങ്ങളായാലും സ്വയം തീരുമാനിച്ചു ഉപദേശത്തിലൂടെ ഏതൊരാളും 50% നന്നാവും. ഇതിലൂടെ വിട്ടുകാളും സ്വയം തീരുമാനിക്കുക. എനിക്ക് ഇന്നെന്ന നല്ല കാര്യം ചെയ്യണം, ഇന്നെന്ന നല്ലോണം പഠിക്കണം. അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയും ഒക്കെ പറയുന്നതായിട്ട് നല്ല പോലെ പഠിച്ച് നല്ലൊരു മനുഷ്യനാവണം, നല്ലൊരു രക്ഷിതാവണം, നല്ലൊരു ഭർത്താവണം. എല്ലാ കാര്യവും സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചീത്ത ഭർത്താവ് എന്ന് ലേബൽ ചെയ്താലും അത് നല്ല ഭർത്താവാക്കി മാറ്റാൻ. അപ്പൊ ഈ ലേബലുകൾ നമ്മൾ വിശ്വസിക്കരുത്. അതെ 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 അതെ. ഇനി ഞാൻ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, ഒരു കാര്യത്തിലും നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ഉദ്ദേശിക്കരുത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ക്യാമറന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത്. ഇത് ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം വളരെ നല്ല അടിപൊളി ഒരു മോട്ടിവേഷൻ ട്രെയിനറുടെ ഇൻട്രസ്റ്റോടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനുള്ള ഒരു ഭാവി നിങ്ങൾക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാനൊരു എളിയൊരു മിമിക്രിക്കാരനാണ്. ആണോ? എന്നാ ഒരു മിമിക്രി കാണിക്കും, നമുക്ക് വേണ്ടി ഒരു മിമിക്രി കാണിക്കുക. മലയാള സിനിമയിൽ ശബ്ദ ഗാംഭീര്യം കൊണ്ട് ഒരു കാലത്ത് അനശ്വരനായിരുന്ന MS തൃപ്പൂണിത്തുറ. മൂത്തച്ഛനെ മുത്തച്ഛനെ കാണാറുണ്ടോ? അതും മലയാളത്തില് ഇന്ന് അവനെ ഞാൻ അവിടെ പോവാ. വെരി ഗുഡ്. ഇതാണ് ഓരോരുത്തരെ കണ്ടെത്തുന്നത്. വേറെന്താണ്? കോളേജ് കുമാരന്മാരുടെ ഹരമായിരുന്ന പ്രേംകുമാർ. കുട്ടി, നിനക്കോർമ്മയുണ്ടോടി ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന്? നിനക്ക് ഞാൻ ലവ് ലെറ്റർ തന്നതിന് വലിയമ്മാവനും ചെറിയമ്മാവനും എന്നെ തള്ളിച്ചതച്ചിട്ട് ഇന്നൊരു വർഷം തികയാം. വെരി ഗുഡ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഈ ബീച്ചിൽ ഇവിടെ വന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ബിസിയാവും. അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഇതുപോലെ നോളജ് ഷെയർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിസി ആവുന്നതിന് മുമ്പുള്ളൊരു ടൈം ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്യാണ്. അതിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് അല്ലേ. നമ്മളൊരു മൈൻഡ് സെറ്റ് എവിടെ പോകുമ്പോഴും ഇതാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ മൈൻഡ് സെറ്റാണ്. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ വേജാറാവുന്ന ഒരു വൾണറബിലിറ്റി ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഒരിക്കലും ഈ വൾണറബിലിറ്റി നമ്മളൊരു സ്ട്രഗിളല്ല, നമ്മളൊരു കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വാണിംഗ് ബെല്ലാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഒരു പ്രസംഗത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വല്ലാതെ അങ്ങ് വൾണറബിൾ ആവും. നമുക്കിങ്ങനെ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വൾണറബിൾ ആവും. പക്ഷെ അത് നമ്മളോട് പറയുന്നത് നിങ്ങൾ വളരെ ആവേശത്തോടെ നിങ്ങൾ പോയി പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് അത് നൽകുന്നത്. നമ്മളിപ്പോൾ ഒരു ചാനലൊക്കെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു പോസ്റ്റ് ബട്ടൺ അമർത്തൂല്ലേ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇല്ലാതായി പോകുന്നത് ഈ പോസ്റ്റ് ബട്ടണാണ്. നമ്മൾ ഒരുപാട് ജീവിതത്തിൽ വീട്ടിലെ പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ, പ്രൊഫഷൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടിയായി ഇങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ കടന്നു പോകുമ്പം അതിനിടയിൽ ഒരു പോസ്റ്റ് ബട്ടൺ അമർത്തിയിട്ട് കുറച്ച് നിങ്ങളുടെ പേഴ്സണൽ റിലാക്സേഷന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. ഇപ്പോൾ ഞാൻ ഈ കടപ്പുറം ബീച്ചിലൊക്കെ വന്ന് ഒരുപാട് സമയം ഇങ്ങനെ റിലാക്സ് ചെയ്യണം. ഇതൊരു പേഴ്സണൽ പോസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതുപോലൊരു സമയം നമ്മൾ ദിവസം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത്.
ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമോ, മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ള. ഫുള്ളായിട്ട് ജീവിക്കല്ല, മനസ്സ് നിറയെ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളും പേറിയിട്ട് ഇങ്ങനെ മൈൻഡ് ഫുള്ളായി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നതിന് പകരം മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക. ഈ നിമിഷത്തിൽ ഇപ്പം എന്താണ് ഇവിടെ അരങ്ങേറുന്നത്, ഈ നിമിഷത്തിൽ നിങ്ങളുടെ ശരീരം എവിടെയാണ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങൾ, ഈ നിമിഷത്തിൽ നിങ്ങളുടെ തലച്ചോറിൽ അരങ്ങേറുന്നത് എന്താണ്, ഈ നിമിഷത്തിൽ നിങ്ങളുടെ ജീവൻ എങ്ങനെയാണ്, നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് ഈ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യാത്രയാണ്. ദാറ്റ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ. ചിലപ്പോഴും നമ്മൾ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നാളെ ഏതോ വരാൻ സാധ്യതയില്ലാത്തൊരു ദിവസത്തിന് വേണ്ടി നമ്മൾ ജീവിതം കാത്തിരിക്കും. വരുന്നോ? ജീവിതത്തിൽ നമ്മൾ മുമ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു പ്രോബ്ലമായിട്ട് കാണാതെ അതിനൊരു പസിലായിട്ട് കാണാം. നിങ്ങൾക്കിപ്പോൾ ഒരു പസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു എക്സൈറ്റ്മെൻറ്റോടെയാണ് നിങ്ങളൊരു പസിൽ പൂർത്തീകരിക്കുക. ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ആങ്സൈറ്റിയോടെ ആയിരിക്കും. ഈ ആങ്സൈറ്റിക്കും എക്സൈറ്റ്മെൻറ്റിനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് സെയിമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തെ നിങ്ങളൊരു പസിലായിട്ട് കാണുക, എന്നിട്ട് അതിനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും നമ്മൾ അറിയേണ്ടത്, നമ്മളെപ്പോഴും ഗെറ്റ് റെഡിയല്ല, നമ്മൾ സ്റ്റേ റെഡി ആയി നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു ബീച്ചിൽ വരാൻ ഒരു അവസരം കിട്ടിയപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് കണ്ടൻസ് സ്റ്റോർ ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ വെച്ചുകൊണ്ട് ഇപ്പം ഞാൻ 5ാമത്തെ കണ്ടൻറ്റാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനിയും എൻ്റെ കയ്യിൽ കണ്ടൻസ് സ്റ്റോക്ക് ഉണ്ട് ഷൂട്ട് ചെയ്യാൻ. അത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതുപോലെ ഒരു അവസരം കിട്ടുമ്പം അത് യൂട്ടിലൈസ് ചെയ്യാൻ സ്റ്റേ ചെയ്ത് നിന്നതുകൊണ്ടാണ് എനിക്കത് സാധ്യമായത്. അടുത്തതായിട്ട്, നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട ഒരു വ്യക്തി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളിലായിരിക്കണം. നിങ്ങൾ ലിമിറ്റ്ലെസ് ആണ് നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് പൊട്ടൻഷ്യാലിറ്റിയാണ്. അവർ ജീവനുള്ളിടത്തോളം കാലം ലിമിറ്റ്ലെസ് ആണ്. ഈ ഒരു സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങൾ ദൃഢമാക്കണം. ഏറ്റവും നല്ല നിങ്ങളിലുള്ള ഒരു വിശ്വാസിയായിട്ട്, ഒരു ബിലീവറായിട്ട് നിങ്ങൾ മാറണം. ഒരു സിറ്റുവേഷനെ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങിയ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളെ പെട്ടെന്ന് ഒരു മുൻവിധിയോടെ അങ്ങോട്ട് ജഡ്ജ് ചെയ്തിട്ട് അവസാനം നോക്കുമ്പോൾ ആ പ്രശ്നവും ഇതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇതുപോലെ നമ്മളൊരു കാര്യത്തെയും പെട്ടെന്ന് നിങ്ങളോടിപ്പോൾ ഒരു മനുഷ്യൻ തെറി പറഞ്ഞു, ആ തെറി പറിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അങ്ങോട്ട് പറയാൻ പാടില്ല ഈ മനുഷ്യൻ എന്തോ ഒരു മോശം മനുഷ്യനാണെന്ന് പറയാൻ പാടില്ല. കാരണം ആ മനുഷ്യന് അപ്പോഴുള്ളൊരു സിറ്റുവേഷൻ ഫാക്ടറുകൾ, ആ മനുഷ്യന് മറ്റാരോടുള്ളൊരു സ്നേഹം, ഇതെല്ലാം അതിനുള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ നിങ്ങളൊരു മുൻവിധിയോടെ നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തെയും നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ ഒരു ഇന്നിൻ്റെ ശക്തിയാണ്. നിങ്ങളുടെ മുൻകാലങ്ങളിലുള്ള എല്ലാ പാസ്റ്റോടും കൂടി വെച്ചാലും ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ഇന്നിന് തുല്യമാവില്ല എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അടുത്തതായിട്ട് ഒരു കാര്യത്തിൽ നിങ്ങൾ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുക എന്നുള്ളതാണ്. ഒരു % ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ ഒരു വർഷത്തിൽ വരുത്തി കഴിഞ്ഞാൽ 37% ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്നതാണ്. ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരും നിങ്ങൾ അധ്യാപകരാണ്. ഇപ്പം എൻ്റെ മുമ്പിൽ കുറേ പേര് പലതും സംസാരിച്ചു, പലയിടത്തും പല കാര്യങ്ങളും പഠിച്ചു. പരാജയം എന്നൊരു സംഭവം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. പഠിക്കാനുള്ള പരാജയമാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വർഷം ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ മനസ്സിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയൊരു കാവൽക്കാരനായിട്ട് നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ തലച്ചോറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സെൽഫ് ടോക്കുകൾ, നിങ്ങൾ സ്വയം സംസാരങ്ങൾ എന്താണ് എന്നുള്ളത് ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റിയെ തകർത്തുന്ന രീതിയിൽ ഒരു സംസാരം നിങ്ങൾ അരങ്ങേറുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നോ എന്ന് പറയാൻ നിങ്ങൾ സമയം കണ്ടെത്തുക എന്നതാണ് നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ജീവിതത്തിൽ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഈ സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് നിങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നിങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കൊച്ചു മാറ്റങ്ങളാണ് നിങ്ങൾ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള സത്യമാണ്. എന്നൊരു ചെറിയ മാറ്റങ്ങളാണ് നിങ്ങൾ ആസ്വദിക്കാൻ പഠിക്കേണ്ടത്. നിങ്ങളുടെ സമയം പരിമിതമാണ്. ഈ 2024 കടന്നു പോകും, ഈ പുതിയ നിമിഷങ്ങളും കടന്നു പോകും. പക്ഷേ നിങ്ങളുടെ മനസ്സ് അത് ലിമിറ്റ്ലെസ് ആണ്. അതിന് ലിമിറ്റുകളില്ല, പരിമിതികളില്ല, അനന്തമാണ്. തീർച്ചയായും അതിൻ്റെ ആ ഒരു പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങളിലൂടെ കടന്നു പോകാൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇയർ ആയിട്ട് മാറും എന്നെനിക്ക് നിങ്ങളോട് ഉറപ്പ് പറയാൻ പറ്റും. ഓക്കെ, ബി ഹെൽത്തി, ബൈ.